എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്. ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും യോഗ തന്നെ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആൾക്കാർ സമ്മതിക്കത്തില്ല. റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കിൻ ടൈറ്റ് ആവാനുള്ള എന്തെങ്കിലും ഒരു പാക്ക് പറഞ്ഞു കൊടുക്കുക. കുറേ ആൾക്കാർ കമന്റിലും ഉണ്ട്, എന്നെ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു സിമ്പിൾ പാക്കുമായിട്ടാണ് വന്നത്. നമ്മൾ വീട്ടിലുള്ള രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുക്കളയിൽ മിക്കവാറും കാണുന്ന കാര്യങ്ങൾ തന്നെ. അപ്പം അത് നമുക്ക് നല്ല ഗ്ലോ തരും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവ്, കഴുത്തിലെ ചുളിവ് ഒക്കെ മാറാൻ വളരെ നല്ല ഒരു പാക്കാണിത്. ഞാൻ മുന്നേ വീഡിയോയിൽ ഏതോ ഒരു ഫേഷ്യലിനകത്ത് ഞാനിത് പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ടൈറ്റ്, നമുക്ക് സ്കിൻ ടൈറ്റ് ആവാനും നമ്മുടെ ഏജ് കുറച്ച് കാണിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മളത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് മസാജ് ചെയ്തിടണം. അതിനുശേഷം ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കതിന് കഴുകിക്കളയാം. നല്ല ഗ്ലോ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു അസ്വസ്ഥതയായിട്ട് ഫേസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ. ടൈറ്റ് ആവും, വളരെ നല്ല ടൈറ്റ് ആവുന്നതാണ് സ്കിൻ. അപ്പം ടൈറ്റ് ആവും. നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഏജിനെ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുളിവുകളൊക്കെ അങ്ങനെയായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാവുന്നൊരു പാക്കാണ്. ഇതൊരാഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമാണ്. ഞാനിട്ട എല്ലാ വീഡിയോയും സിമ്പിളായിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിനെല്ലാം നല്ല കമൻറ്റാണ് ഇട്ടേക്കുന്നത്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഇത് തൽക്കാലം അത് നിർത്തി വെച്ചിട്ട് യോഗ തന്നെ കണ്ടിന്യൂ ചെയ്തതാണ്. പക്ഷെ പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്നൊരു പാക്കുമായിട്ട് വന്നത്. അപ്പോൾ ഇതിന് വേറെ ഒന്നും സാധനങ്ങളല്ല, നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി തണ്ടേ, അരിപ്പൊടിയാണ്. അടുത്തത് നമ്മുടെ മുട്ടയാണ്. മുട്ട. ഈ 2 മാത്രം വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 1 സ്പൂൺ അരിപ്പൊടി, എത്രയാണോ നമുക്ക് വേണ്ടുന്ന ഒരു ഫേസിലെടുത്തക്ക രീതിയിലുള്ള അരിപ്പൊടി എടുക്കുക. മുട്ടയുടെ എഗ് വൈറ്റ് ഇതിനകത്തേക്ക് ഒഴിക്കുക. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഞാനിന്ന് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അതെ, എഗ് വൈറ്റ് എടുക്കുക. ഇനി സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. ദാണ്ടേ, റൈസ് പൗഡർ, എഗ് വൈറ്റ്, വേറെ ഒന്നുമേ ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പം നമുക്ക് ഡ്രൈ സ്കിന്നാണ്, നല്ല ഡ്രൈ ഉള്ള സ്കിന്നാണെങ്കിൽ ഇതിനകത്ത് ഇത്തിരി എന്തെങ്കിലും ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അങ്ങനെ ചേർക്കാം. അല്ലെങ്കിൽ യാതൊന്നും ചേർക്കണ്ട, ഇത് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് തന്നെ പറയുകയാണ്, വീഡിയോ അതിന് നീട്ടി കൊണ്ടുപോകണ്ട. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ഞങ്ങൾക്ക് ആക്കണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്യണം. നല്ല മാവ് പോലെ കേൾക്കുക. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത ഫേസിലേക്ക് ഇടുക. അതുപോലെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ടായോ, വെളുത്ത ആൾക്കാർ ചെയ്ത് കാണിച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? ഇപ്പം നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാമല്ലോ നിങ്ങളുടെ റിസൾട്ട്. ഞാനിത് ഇനി ചെയ്യേണ്ട, ഓരോ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ചെയ്ത് തന്നെ കാണിക്കണം. അപ്പോൾ വേറൊരാളെ കൊണ്ടൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിറത്തിലൊരു കാര്യമില്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ റിസൾട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ ഫേസിലേക്ക് നല്ല ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചിട്ട് വേണം ഇതിടാൻ. ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. നന്നായിട്ട് ഇടുക. നമ്മുടെ കഴുത്തിൻ്റെ അവിടെയുള്ള പഫ്നെസ്സും ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അരിപ്പൊടി എല്ലാവരുടെയും കിച്ചണിൽ മിക്കവാറും കാണും. പിന്നെ ഒരു മുട്ട അല്ലെങ്കിൽ ഒന്ന് നമുക്ക് വാങ്ങിയാൽ മതി. കുട്ടികൾക്കിപ്പം കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മുട്ടയൊക്കെ കാണാതിരിക്കത്തില്ല. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇടുമ്പം തന്നെ നമ്മൾ ഈ മുട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന മുട്ടയായിട്ട് നല്ല സുഖം, നല്ല തണുപ്പുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഒരു ഫേസിന് നമുക്കൊരു നല്ലൊരു കുളിർമയും കൂടെ കിട്ടും.
നിങ്ങളിടുമ്പോൾ നല്ല രീതിയിലൊക്കെ കവർ ചെയ്ത് ഇടുക. അതുപോലെ തന്നെ കഴുത്തിൽ ഇടാം. മാല ഊരിയില്ല. കഴുത്തിൽ ഈ ചുളിവുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ടൈറ്റനിങ് ഉണ്ടാവും നമ്മുടെ സ്കിന്നിന്. ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കും. ഒത്തിരി നല്ല ചേഞ്ച് വരും. ഒത്തിരി നല്ല, നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ റിസൾട്ട്. സിമ്പിളായ കാര്യമാണ്. അരിപ്പൊടിയും മുട്ടയും മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പല ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർത്ത് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇത് രണ്ടുമാ ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും മാത്രം ചെയ്താൽ മതി. ചെയ്ത് ഇതിനെ ഒന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആവുന്ന വെച്ചാൽ ഒരുപാട് ഡ്രൈ ആവണ്ട. അരിപ്പൊടി ആകുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി പിന്നെ ഭയങ്കര പാടായിരിക്കും മസാജ് ചെയ്തെടുക്കാൻ. ഇതൊരു ഇത്തിരി നേരം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മളൊന്ന് ചെറുതായിട്ട് ലൈറ്റ് മസാജ് ചെയ്തിട്ടങ്ങ് ക്ലീൻ ചെയ്യുന്നത്. ഒത്തിരി ഡ്രൈ ആവണ്ട. ഡ്രൈ ആവുമ്പോൾ സ്കിന്നൊക്കെ നല്ലതായിട്ട് വലിഞ്ഞ് നമുക്കൊരു വലിച്ചിൽ പോലെ തോന്നും. അത്രയ്ക്ക് പോവണ്ട. അതിനെക്കാട്ടി കുറച്ചും കൂടെ മുന്നേ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങുന്നുണ്ട്. ഇപ്പം ഇത് നന്നായിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാടല്ല, ഒരുപാട് ഡ്രൈ ആവാതെ നമുക്കൊന്ന് മസാജ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് മസാജ് ചെയ്യാം. വെള്ളമാണ് ഇത്. വെള്ളം അവിടെ ഇരിപ്പുണ്ട്. ഇച്ചിരി വെള്ളം നമുക്ക് തൊട്ട് എങ്ങനെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാൻ പാടായിരിക്കും, മുട്ടയായതുകൊണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന്, ചിലങ്ങനെ മസാജ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഇടാം. എനിക്ക് സ്വല്പം മസാജ് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മസാജ് ചെയ്യുന്നതുകൊണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു മസാജും കൂടെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ലൈറ്റായിട്ടൊരു മസാജ് ചെയ്യണമെങ്കിൽ കുറച്ച് ഡ്രൈ ആവുന്ന രൂപ എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മസാജ് അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. പാക്ക് ഇട്ടാൽ മതി. നല്ല എഫക്റ്റ് തന്നെയാണ്. എങ്ങനെയായാലും നല്ല എഫക്റ്റാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നല്ല ടൈറ്റായി. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും ആയില്ല. ഇപ്പം തന്നെ ടൈറ്റായിട്ട് നല്ലതായിട്ടൊരു മസാജൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല മസാജിങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി തുടയ്ക്കാം. നോക്കാതെ വെക്കുന്നുണ്ട്. നല്ലോണം ഒന്നും ഞാൻ കോട്ടൺ എടുത്ത് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ പാഡ് ഉണ്ടെങ്കിൽ പാഡ് വെച്ചടയ്ക്കാൻ ടവൽ വെച്ചൊന്ന് തുടച്ചാൽ മതി. മുട്ടയൊക്കെയാണ് മൊത്തം അതിന് വന്നിരിക്കും. മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമേ. മുഖം നല്ല ക്ലീൻ ആക്കി കഴുകിയിട്ടുണ്ട്. നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ അതുകൊണ്ട് ചെയ്യുക. നിങ്ങളിതൊരാഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യുക. മുഖം നല്ല ടൈറ്റനിങ് അനുഭവപ്പെടും. നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. മുട്ടയുടെ എഗ് വൈറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും. നമുക്ക് അതുകൊണ്ടാണ് ആ ചുളിവുകളെയൊക്കെ മാറ്റാനൊക്കെ വളരെ നല്ല ഇതാണ്. അപ്പം നിങ്ങളിത് ചെയ്തു നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നല്ല അഭിപ്രായമാണ്. എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ റിസൾട്ടാണ്. വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ കവിള് തുടുക്കുന്നതൊക്കെ ഒരുപാട് ആളുകൾക്ക്, ഗേൾസിനും ബോയ്സിനും ഒത്തിരി ഗുണമുള്ളതാണ്. ഒത്തിരി എഫക്റ്റായി. ചിലർ ഫോട്ടോസ് വരെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അതൊക്കെയാണ് നിങ്ങൾ തന്ന സപ്പോർട്ട്. അതുപോലെ തന്നെ ജ്യൂസ് കുടിച്ചതിൻ്റെ ഒരുപാട് എല്ലാ വീഡിയോയ്ക്കും എനിക്ക് കമൻറ്റും എല്ലാവരും എന്നെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാത്തിനും മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയുക. നിങ്ങളിതെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.